പിതാവേ, ഇന്നത്തെ പുതിയ വിവാഹ സങ്കല്പങ്ങൾ യുവജനങ്ങൾക്കിടയിൽ മാറുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കാനുള്ള മടി കാരണം വാടക ഗർഭധാരണങ്ങൾ ഇന്ന് ഏറി വരികയാണ്. അതിനോടുള്ള പിതാവിൻ്റെ നിലപാട് എന്താണ്? വാടക ഗർഭം എന്ന് പറയുന്നത് സറോഗേറ്റ് മദർഹുഡ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് പലരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സെലിബ്രിറ്റികളൊന്നും ഗർഭം ധരിക്കാൻ സന്നദ്ധമാകാതെ ഇങ്ങനെ അവരുടെ ഈ വാടക ഗർഭം എന്നുള്ള സംവിധാനം ക്രമീകരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാടക ഗർഭം എന്ന് പറയുന്നത് അത്ര ലളിതമായൊരു വിഷയമല്ല. അതായത് ഭ്രൂണത്തെ, ഒരു അണ്ഡവും ബീജവും ചേരുന്ന ഭ്രൂണത്തെ ലാബിൽ വളർത്തി അതിനെ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഈ വാടക ഗർഭം എന്ന് പറയുന്നത്. അപ്രകാരം ചെയ്യുമ്പോൾ ഒട്ടനവധി ജീവനുകൾ അതിൽ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു ഭ്രൂണത്തെ തന്നെ വളർത്താൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് അണ്ഡവും ബീജവും തമ്മിൽ ചേർത്ത് ഭ്രൂണങ്ങളെ രൂപപ്പെടുത്തും. അതിനകത്തുനിന്ന് ഒന്നിലധികം ഭ്രൂണങ്ങൾ ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. അതിൽ നിന്ന് ഒന്നോ രണ്ടിനെ വളരാൻ അനുവദിക്കുന്നു. ഫലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കളപറിച്ച് കളയുന്നത് പോലെ ഒരുപാട് ജീവിതങ്ങളെ ഹോമിച്ചിട്ടാണ് ഇപ്രകാരമുള്ള രീതികളിലേക്ക് പോകുന്നത്. അത് ഈ IVF ഉപയോഗിക്കുമ്പോഴാകട്ടെ, മറ്റ് പുതിയ ഉൽപാദന രീതികൾ പരീക്ഷിക്കുമ്പോഴാകട്ടെ, സഭ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധിയാണ്. പിന്നെ മാതൃത്വം എന്ന് പറയുന്നത് അത് കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. അത് ഗർഭാവസ്ഥയിൽ തുടങ്ങുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഇനി കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം. സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തമായൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക, ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, വളർത്തുക. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മാതാപിതാക്കൾ ഇല്ലാതെ ആരും നോക്കാനില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ അനാഥാലയങ്ങളിൽ വളരുന്നു. അവരെ സ്നേഹിക്കുക, പരിരക്ഷിക്കുക. എല്ലാം സ്വന്തമാക്കിയെങ്കിൽ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ എന്നുള്ള വാശി കളഞ്ഞ് കുറെ കൂടി വിശാലമായി മാതൃത്വവും പിതൃത്വവും ജീവിക്കാൻ ദൈവം ചിലപ്പോൾ ചില ദമ്പതിമാരോട് ആവശ്യപ്പെടുന്നുണ്ടാകാം. അതിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് തൻ്റെ ജീവിതം എന്ന തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മെ പര്യാപ്തമാക്കുന്നത്. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാവില്ല എന്ന് മാത്രമല്ല, അത് ആ പ്രതിസന്ധികളെ വർദ്ധിപ്പിക്കും എന്നുകൂടി നമ്മൾ തിരിച്ചറിയും.